ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു മോര് റെസിപ്പിയാണ്. പല വിധത്തിലുള്ള മോര്, നമുക്ക് ഈ ചൂടുകാലത്തിന് പറ്റിയ ഒരു ഡ്രിങ്കാണ്. നാച്ചുറലായിട്ടുള്ള ഈ മോര് പല വിധത്തിൽ ചെയ്യുമ്പോൾ അതിന് ഓരോന്നിനും ഓരോ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപ് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഈ മോര് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോഴത്തെ അതികഠിനമായ ചൂടിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത് കഴിക്കാൻ പറ്റുന്ന മോര് വെറൈറ്റീസ് ഉണ്ട്. അതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉറവൊഴിച്ച് ഉണ്ടാക്കുന്ന മോര് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതുണ്ടെങ്കിൽ നമുക്കത് തന്നെ എടുക്കാം. അതില്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങുന്നത് അത് എടുത്താലും മതി. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഉറ ഒഴിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രത്തിലോ അലുമിനിയം നോൺ സ്റ്റിക്ക് പോലുള്ള പാത്രങ്ങളിൽ ഉറ ഒഴിക്കാനേ പാടില്ല. നമുക്കിതുപോലത്തെ കണ്ണാടി പാത്രങ്ങൾ എടുക്കാം, അല്ലെങ്കിൽ മൺപാത്രങ്ങൾ എടുക്കാം, അതും അല്ലെങ്കിൽ ഭരണി. ഇതിലൊക്കെ നമ്മൾ ഉറ ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ മോര് ഓരോന്നായി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിപ്പോൾ ഞാൻ ഉറ ഒഴിച്ച് സെറ്റായതിനു ശേഷം ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നു ഒന്ന് തണുക്കാനായി. നമ്മൾ ഇതൊഴിച്ച് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മോരിന് നല്ല തണുപ്പും രുചിയുമൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ആദ്യം നമുക്ക് നെല്ലിക്ക ഉപയോഗിച്ചുള്ള ഒരു മോരുണ്ടാക്കാം, ഒരു സംഭാരം. അപ്പോൾ നെല്ലിക്ക സംഭാരത്തിന് നമുക്ക് ഇവിടെ ഒരു 2-3 നെല്ലിക്ക എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക് കുറച്ച് മതി. അപ്പോൾ നമ്മൾ ദാഹത്തിന് വേണ്ടി കുടിക്കുമ്പോൾ അത് ഒരുപാട് എരിവായി ഇരുന്ന് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് കാണില്ല. അപ്പോൾ മുളക് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇടാം, പക്ഷെ ഞാനിവിടെ കുറച്ചേ ഇടുന്നുള്ളൂ. അപ്പോൾ നമുക്കിതിനെയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. നെല്ലിക്ക ഒന്ന് അരിഞ്ഞെടുക്കാം, കുരുവില്ലാതെ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടി ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതുപോലെ നമുക്ക് ഈ 3 നെല്ലിക്കയും കുരുവില്ലാതെ ഈ ഇഞ്ചിയും ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ ഒരു മിക്സിയുടെ ജാറിൽ 1 കപ്പ് തൈര് ഒഴിച്ച് കൊടുത്തു. ഇനി അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരുന്ന നെല്ലിക്ക, ഇഞ്ചി, പച്ചമുളക്, ഞാനൊരു പകുതിയേ എടുത്തിട്ടുള്ളൂ പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കാം. അപ്പോൾ ഇവിടെ മിക്സിയിൽ അടിച്ചെടുത്തത് ഈ കുടത്തിലോട്ട് ഒഴിച്ച് കൊടുത്തു. ഞാൻ ഒരല്പം, അത് കുറച്ച് കട്ടിയായിരുന്നു, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. നമ്മൾ ദാഹത്തിന് കുടിക്കുമ്പോൾ ഒരുപാട് കട്ടിയായിരുന്നാൽ അത് അത്ര നന്നായിരിക്കില്ല. നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് ഐസ് ക്യൂബ്സ് കൂടെ ഇട്ട് കൊടുക്കാം. ഇത് അരിക്കണം എന്നുള്ളവർക്ക് അരിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അടുത്തത് നമ്മൾ തയ്യാറാക്കുന്നത് മസാല മോരാണ്. അപ്പോൾ അതിനെ ഞാൻ ഒരു കപ്പ് തൈര് എടുത്തു. ഇനി അതിൽ ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പകുതി പച്ചമുളക്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരൽപ്പം ജീരകം കൂടെ. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ച് എടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ അരിച്ചെടുക്കണം, കാരണം ഇത് ഒരുപാട് ഇലകളൊക്കെ ഉള്ളത് കൊണ്ട് ഇതിനെ നന്നായിട്ട് കുറേ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതൊക്കെ അരിച്ചെടുത്തു. കുറച്ച് വെള്ളവും ചേർത്ത് ഇതിൻ്റെ തിക്നെസ് ഒന്ന് കുറച്ചു. ഇനി നമുക്ക് ഐസ് ക്യൂബ്സ് കൂടെ ഇട്ട്, ഐസ് ക്യൂബ്സ് എന്തായാലും ഇടണം. അപ്പോൾ തണുപ്പ് കഴിക്കാൻ പറ്റില്ല എന്നുള്ളവർക്ക് ഇടാതെയും
കഴിക്കാം. പക്ഷേ ഇത് നല്ല തണുപ്പോടെ കുടിക്കുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റും നമുക്ക് ആ പെട്ടെന്നുള്ള ക്ഷീണമൊക്കെ മാറാനായിട്ട് അങ്ങനെ വെയിലിൻ്റെ ആ ഒരു കാഠിന്യം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഐസ് ഇടുന്നത് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കുടിക്കാം. ഐസ് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇല്ലാതെയും കുടിക്കാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അച്ചാർ മോരാണ്. അപ്പോൾ അച്ചാർ മോരുണ്ടാക്കുമ്പോൾ നമ്മൾ അച്ചാർ ഇതിൽ ചേർക്കുന്നത് കൊണ്ട് അതിന് വേറെ ഒരുപാട് എരിവിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഞാനിവിടെ വളരെ ചെറിയ ഒരു പീസ് ഇഞ്ചി ചേർക്കുന്നു. അതുപോലെ ഒരു ചെറിയ കഷ്ണം പച്ചമുളക്, ഒരു 2 കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തതിന് ശേഷം അച്ചാർ മോര് ഉണ്ടാക്കാം. അപ്പം ഞാനത് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇനി നമുക്ക് അത് അച്ചാർ മോര് ഉണ്ടാക്കാം. ഇതിപ്പോൾ അച്ചാർ അത് നാരങ്ങ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം അടിച്ചെടുത്ത മോര് വെള്ളമൊക്കെ ചേർത്ത് ലൈറ്റാക്കി എടുത്തു. ആ ഇലകളൊക്കെ അരിച്ച് കളയണം, അല്ലെങ്കിൽ ഇഞ്ചിയുടെ കൊത്തും അതൊക്കെ കുടിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഉപ്പ് നമുക്ക് ഈ അച്ചാറും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഉപ്പ് എത്ര വേണമെന്ന് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു പുതിയ തരം മോരാണ്. ഇപ്പോൾ കടകളിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു മോരാണ്. ഇപ്പോൾ ഈ കുടം അടുത്തത് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പഴുത്ത മാങ്ങ കൂടെ ചേർത്തിട്ടുള്ള ഒരു മോരാണ്. എനിക്ക് പൊതുവേ കുറച്ച് മധുരം ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ ലസ്സിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മാങ്ങയിലൊക്കെ ഉണ്ടാക്കാറുണ്ട്, അതുപോലെ ഇതും ഒന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ അത് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പഴുത്ത മാങ്ങ ഇനി അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്ത് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തൈരും ബാക്കി സാധനങ്ങളൊക്കെ കുറച്ച് ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇത് ആദ്യം നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ പോലെ തന്നെ 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുത്തു. അതിൽ ഒരു മാങ്ങയും തൊലി കളഞ്ഞതിന് ശേഷം അരിഞ്ഞ് ചേർത്തു. ഇനി ഒരല്പം ജീരകം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. നമുക്കിതിൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതൊരു മധുരമുള്ള മോരാണ് ഉണ്ടാക്കുന്നത്. പഞ്ചസാര നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഇടാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് മതി. ഇനി ഒരു ചെറിയ കഷ്ണം പച്ചമുളക്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. കാരണം ഈ ജീരകത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ തൊലി കാണും, അതൊന്ന് നമുക്ക് അരിച്ചെടുക്കണം. അപ്പം നമ്മളെല്ലാം ബ്ലെൻഡ് ചെയ്ത് നല്ലപോലെ അരിച്ച് ഞാൻ കുറച്ച് വെള്ളം കൂടെ, നമ്മൾ ഒരുപാട് തിക്കായിരുന്ന ലസ്സി പോലെ ആയിപ്പോകും. ഇത് നമ്മൾ മോര് ആയതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതിനെ ഒന്ന് കട്ടി കുറച്ച് എടുത്തു. ഇനി ഇതിൽ നമുക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് ചേർത്ത് കുടിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാ ടൈപ്പ് മോരും ഇവിടെ റെഡിയായി. ഇതെല്ലാം ഇതിൽ ഒഴിച്ചതിന് ശേഷം കുറച്ചുകൂടെ ബാക്കി ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്തു. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ചൂടിൽ ഏറ്റവും കഴിക്കാൻ പറ്റിയ നല്ലൊരു പാനീയമാണ് ഈ മോര്. അതിതുപോലെ മൺപാത്രത്തിൽ ഉണ്ടാക്കി കുടിക്കുമ്പോൾ വളരെയേറെ തണുപ്പും നല്ല ഒരു സുഖവും കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്ക് വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ.